ഇപ്പം ലാസ്റ്റിൽ എൻ്റെ 2 വീഡിയോ കണ്ടായിരുന്നു. നിങ്ങൾക്ക് തോന്നും ഇപ്പം വന്ന് പറയേണ്ടത് ഇപ്പോഴെന്താ ഇങ്ങനെ പറയുന്നു തോന്നും. സ്വാഭാവികം നാച്ചുറലി ഒരു കാര്യം നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. UDF ഇവർ ഇനി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേ ബി ലൈക്ക് എന്താ പറയുക ഇലക്ഷൻ്റെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ UDF വരും. അത് ചില വോട്ടുകൾ അങ്ങോട്ടേക്ക് മറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ UDF ഭരണത്തിലേക്ക് ഏൽപ്പിക്കാവുന്നതേ ഉള്ളൂ. UDF വന്നപാട് UDF തീരുമാനം എടുക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിലായിരിക്കും ഭരിക്കാനൊക്കെ പ്ലാൻ ചെയ്തിട്ട് വരിക. ഇപ്പം ഷാഫി ആയാലും അത്യാവശ്യം എന്ന് പറയേണ്ടത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല രീതിയിലായിട്ടുള്ള ഒരു മന്ത്രിയാണ് ഞാൻ കാണുന്നിടത്തോളം വെച്ചിട്ട്. ഇവർ മെയിനായിട്ട് പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വളരെ കണ്ണിങ് ആയിട്ട് ഇവർ പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവർ ആദ്യം ഇത്ര കട എടുത്ത് വെച്ചിട്ടുണ്ട്. മാക്സിമം ഇവർ കട എടുത്ത് വെച്ചിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുകയും ചെയ്യും, BJP ഗവൺമെൻറ് കൊടുക്കും, LDF കൊടുക്കും. ഇത് വന്ന പാടെ തീർക്കേണ്ട ആരെ ഉത്തരവാദിത്തം LDF അല്ല, UDF ഉത്തരവാദിത്തമാണ് തീർക്കേണ്ടത് കടം. മനസ്സിലായില്ലേ? ഫണ്ടിങ്ങും കാര്യങ്ങളും ഓൾറെഡി അടിച്ചു മാറ്റേണ്ടതല്ല LDF പോക്കറ്റിലേക്ക് പോയിട്ടുമുണ്ട്. മനസ്സിലായില്ലേ? വളരെ നിഷ്കളങ്കമായിട്ടാണ് UDF നിൽക്കുന്നത്. പക്ഷേ ഈ പറയുന്ന LDF ആയിക്കഴിഞ്ഞാലും BJP ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിക്ക് കളിക്കുന്ന ടീമാണ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞുതരാം. ഇനി ഇപ്പോൾ UDF ഭരണത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര കടമുണ്ടാവും. അവിടെ ഒരു ബ്ലോക്കേജ് വരും. കാരണം എന്താ വെച്ചാൽ BJP സംബന്ധിച്ചോളം ഏറ്റവും വലിയ റൈവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ UDF തന്നെയാണ്. പിന്നെ കോൺഗ്രസ് ആണ്, LDF അല്ല. LDF എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഒതുങ്ങിപ്പോകുന്ന ഒരു സ്റ്റേറ്റിലുള്ള ഒരു പാർട്ടി മാത്രമാണ് എന്നെ സംബന്ധിച്ചോ. വളരെ ഞാൻ LDF കണ്ടിട്ടില്ല. മനസ്സിലായോ? ഇവർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്ര കടമുണ്ട്, അത് നിങ്ങൾ വീട്ടണം എന്ന് പറഞ്ഞിട്ട് പ്രഷർ വരും UDF മേറ്റിൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് അടുത്ത പരിപാടി നോക്കുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ കടങ്ങൾ 2000-3000 കോടി എന്ന് പറഞ്ഞിട്ട് കടങ്ങൾ ഇത്രയും എടുത്തു വെച്ചിട്ടുണ്ട് LDF. മനസ്സിലായില്ല? സോ അത് ഇവരെ ഇതാക്കാം. അതിലിടക്ക് ഇവർക്ക് ഇപ്പം റീസെൻ്റായിട്ട് ഒരു ന്യൂസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്, ജയിലിലുള്ള ആൾക്കാർക്കെല്ലാം ശമ്പളം കൂട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അതെന്തിനാണ് LDF കൂട്ടിയതെന്നും കൂടി മനസ്സിലാക്കണം. അവിടെയാണ് ബുദ്ധി എന്ന് പറയുന്നത്. അഥവാ ഇനി ഇവർ റിസ്ക് എടുക്കില്ല. ഇവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, ഭയങ്കര ദീർഘവീക്ഷണം കാണുന്ന ഒരാളാണ്. ഇപ്പം ഇവർ UDF ഭരണത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇവരെ സമാധാനത്തോട് കൂടിയിട്ട് LDF ഭരിക്കാൻ വിടത്തില്ല. മെയിൻലി ഇവർ വെട്ടും കൊലപാതകം തുടർ എന്ന് പറയേണ്ടത് ആയിട്ടുണ്ടാവും. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇവർ ലോൺ എടുത്തിട്ട് അത് ഇതെല്ലാം കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ UDF കൊണ്ട് അനങ്ങാൻ പറ്റില്ല. മറ്റേ മൂക്ക് കയറിട്ട മാതിരി ഇരിക്കും എന്ന് പറയേണ്ടത്. പിന്നെ അപ്പോൾ ഇവർ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ പാർട്ടീൻ്റെ ആൾക്കാർ ഇവർ പ്രൊട്ടക്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഇവർ ജയിലിൽ പോകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ വീട്ടിലേക്ക് സാലറി പോകുന്നുണ്ട് കറക്റ്റായിട്ട്. കൊലപാതകങ്ങൾ ഇങ്ങനെ കൂടും, സമരങ്ങൾ കൂടും, ഇങ്ങനെയുള്ള കാരണം ഭരിക്കാൻ ഇവരെ കൊണ്ട് പറ്റത്തില്ല. 5 കൊല്ലം ഇവരെ തേച്ച് ഭരിക്കത്തില്ല UDF. അതിന് ഇവർ വിടുകയും ചെയ്യില്ല. BJP ആയാലും ഈ പറയുന്ന LDF ആയാലും എടുത്ത് താത്തിയിടും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫണ്ടില്ലാണ്ട് ഒരു സർക്കാരും ഫണ്ടില്ലാണ്ട് റൺ ചെയ്യാൻ പറ്റില്ല. പേരിന് ചിലപ്പോൾ ലൈക്ക് എന്ന് പറയേണ്ടത് കൊടുക്കുമായിരിക്കും, ബട്ട് LDF കിട്ടുന്ന മാതിരി ഒരു ലോണോ കാര്യങ്ങളോ എന്ന് പറയേണ്ടത് UDF ഇവരെ സാങ്ഷൻ ചെയ്ത് കൊടുക്കത്തില്ല. ഇവർ കംപ്ലീറ്റ്ലി ട്രാപ്പ് ചെയ്യാനുള്ള പരിപാടി തന്നെയായിരിക്കും BJP കാര്യങ്ങളും കൊടുക്കും. മനസ്സിലായില്ലേ? LDF വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും BJP വളരും, അത് ഇവർക്കറിയാം. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് കറക്റ്റ് പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് ഇപ്പം കേരള പൊളിറ്റിക്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് ഒപ്പീനിയനിൽ എന്തെങ്കിലും എന്ന് പറയേണ്ടത് പിന്നെ ഒപ്പീനിയനിൽ എന്ന് പറയേണ്ടത് വേരിയേഷൻസോ അല്ലെങ്കിൽ ഇപ്പം പറയുന്ന അല്ല ഇങ്ങനെയും നല്ല കാര്യങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതും കമൻറ്റ് ചെയ്യാവുന്നതാണ്. മനസ്സിലായില്ലേ?